വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ ചോദിക്കുന്ന 5 ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം എസ് എന്നാണെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആണ്. അങ്ങനെയുള്ള 5 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അങ്ങനെയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ മറ്റൊരു സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെയും പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങൾ നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ കൂടി തന്നെ പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളം ആണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യണം. ഒരുപാട് ആളുകൾക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആയിട്ടും പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഒരു ലോ ആയിട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടും റിട്ടേൺഡ് മിസ്കാരേജ് ആവുന്നതിന്റെ ഭാഗമായിട്ടും ഫലോപ്പിയൻ ട്യൂബിൽ പ്രഗ്നൻസി ആയതിന്റെ ഭാഗമായിട്ടും ഒക്കെ ചെറുതായിട്ട് സ്പോട്ടിംഗ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളമാണെന്ന് നിങ്ങൾ മോണിറ്റർ ചെയ്യുക. പ്രീവിയസ് മാസങ്ങളെ അപേക്ഷിച്ച് ബ്ലീഡിംഗ് പോകുന്നതിന്റെ അളവ് കുറവാണെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം. നെഗറ്റീവ് ആണെങ്കിൽ ആ ലോ ബ്ലീഡിങ്ങിന്റെ റീസൺ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡോക്ടറെ കൂടി കാണണം കേട്ടോ. ഇവിടെ ഏറ്റവും ആദ്യത്തെ പ്രഗ്നൻസി ലക്ഷണം എന്ന് പറയുന്നത് ഓവറായിട്ട് നിങ്ങൾക്ക് ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. യെസ് എന്നാണെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. റീസൺ എന്താണ് ഇതിന്റെ പുറകിലുള്ളതെന്ന് നോക്കാം. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ശരീരത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെയും അതുപോലെ HCG എന്ന ഹോർമോണിന്റെയും ഹൈക്ക് ഉണ്ടാവാറുണ്ട്. HCG ഹോർമോൺ ശരീരം പുറപ്പെടുവിപ്പിക്കുന്നത് നിങ്ങൾ പ്രഗ്നന്റ് ആകുന്ന സമയത്താണ്. സാധാരണ നമ്മുടെ ശരീരത്തിൽ കുറച്ചുള്ളൊരു ഹോർമോണാണത്. അതൊരു 2 താഴെ ആയിരിക്കും ആ ലെവൽ നിങ്ങൾ നോൺ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഉണ്ടാവുന്നത്. പക്ഷേ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ HCG ഹോർമോണിന്റെ വാല്യൂ കൂടുന്നു. അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോൺ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പ്രഗ്നൻസി അല്ലാതിരിക്കുന്ന സമയത്തും ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോണാണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. പക്ഷേ പ്രഗ്നൻസി സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിയുമ്പോഴേക്കും ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് കൂടാറുണ്ട്. പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്നവർക്കറിയാം ആ മെഡിസിൻ എടുക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ടാവാറുണ്ട്. ഈ സൈഡ് എഫക്ട്സ് നമുക്ക് വരുന്നത് പ്രൊജസ്ട്രോൺ ശരീരത്തിൽ കൂടുമ്പോഴാണ്. ഇതേ സെയിം മെക്കാനിസം തന്നെയാണ് നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്തും സംഭവിക്കുന്നത്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോഴേക്കും ശരീരത്തിലെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് നല്ല ഹൈക്കിലോട്ട് എത്തുന്നതിന്റെ ഭാഗമായിട്ടും HCG ഹോർമോൺ ശരീരത്തിൽ കൂടുന്നതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഓവറായിട്ട് ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നു. ഏത് സമയവും എവിടെയെങ്കിലും കിടന്നാൽ മതി എന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് മൈൻഡിന് വ്യത്യാസം വരുന്നത് ഈ ഒരു ലക്ഷണം ഉള്ളതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രഗ്നൻസി ലക്ഷണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എക്സ്ട്രീം ആയിട്ട് ടയർഡ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം യാതൊരു തരത്തിലുള്ള സപ്ലിമെന്റ്സ് നിങ്ങൾ എടുക്കുന്നില്ല എന്ന്. അതായത് പെട്ടെന്ന് നമ്മളൊരു സപ്ലിമെന്റ്സ് എടുക്കുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചിലപ്പോൾ ക്ഷീണം ഉണ്ടാവാം. അതായത് ഇപ്പോൾ PCOD എടുക്കുന്ന ആളുകൾ മെറ്റ്ഫോമിന്റെ മെഡിസിൻ എടുത്തു കഴിഞ്ഞാലോ PCOD ആ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ്സ് എടുത്തു കഴിഞ്ഞാലോ ഇത്തരത്തിലുള്ള ഹോർമോണൽ മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാലോ നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് ആയിട്ട് ഈ ഒരു ക്ഷീണം ഉണ്ടാകും. അങ്ങനെയുള്ള മെഡിസിൻസ് ഒന്നും നിങ്ങൾ എടുക്കുന്നില്ല എന്നുള്ള കാര്യം ഏറ്റവും ആദ്യം നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ. രണ്ടാമത്തേന്ന് പറയുന്നത് നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഭയങ്കരമായിട്ട് കൂടുക. നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോഴേക്കും ഗ്യാസ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഉണ്ടാവാറുണ്ട്. ഗ്യാസ് ശരീരത്തിൽ വന്ന് തിങ്ങുന്നു. ഇതിന്റെ ഭാഗമായിട്ട് അടുത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് വോമിറ്റിംഗ് ടെൻഡൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രീം ആയിട്ട് നമുക്ക് ചില ആളുകൾക്ക് സ്മെല്ലൊക്കെ ഭയങ്കരമായിട്ട് ഫുഡ് അവേർഷനൊക്കെ പലർക്കും ഉണ്ടാകും. ഏതെങ്കിലും ഒരു സ്മെല്ല് മൂക്കിലോട്ട് ഭയങ്കര ശക്തിയിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസീസ് ഉണ്ടാവുക. ഡൈജഷൻ സ്ലോ ആകുന്ന സമയത്ത് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കൂടുതൽ ശരീരത്തിൽ വരുമ്പോഴേക്കും അപ്പോഴും നമുക്ക് വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാകും. അതുപോലെ തന്നെ HCG ഹോർമോണിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുമ്പോഴും നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകും. ചിലർക്ക് അങ്ങനെ വോമിറ്റ് ചെയ്യാണ്ട് അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും. വോമിറ്റ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഒരു സമാധാനം കിട്ടും. പക്ഷെ വോമിറ്റ് ചെയ്ത് പോകാത്ത അവസ്ഥയായിരിക്കും പലർക്കും ഉണ്ടാവുന്നത് കേട്ടോ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സപ്ലിമെന്റ്സ് എടുക്കുന്ന ആളുകൾക്ക്, അതായത് ഹോർമോൺ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് തുടർച്ചയായിട്ട് ഉണ്ടാവുന്ന ഒരു ലക്ഷണമാണിത്. പക്ഷെ അങ്ങനെയൊന്നും നിങ്ങൾ എടുക്കുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ പ്രൊജസ്ട്രോണിന്റെയും അതുപോലെ HCG ഹോർമോണും കൂടുന്നത് കൊണ്ടാണ് കേട്ടോ. ഈ വോമിറ്റിംഗ് ടെൻഡൻസി നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്റർ വരെയും ഭയങ്കര വേഴ്സ് ആയിട്ട് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. മോർണിംഗ് സിക്നസ് ഒക്കെ അതിന്റെ എക്സ്ട്രീമിൽ എത്തുന്ന ആളുകളുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ പോയിട്ട് ഡ്രിപ്പിട്ട് കിടക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അല്ലാതെ ലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിലും ഏകദേശം ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ ആകുമ്പോഴേക്കും അത് ഡ്രോപ്പ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഫസ്റ്റ് ട്രൈമസ്റ്റർ തീരാറാകുന്ന സമയത്ത് HCG ഹോർമോണിന്റെ ലെവലൊക്കെ ഏകദേശം ഒരു ഹൈക്കിൽ എത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് പിന്നീട് അങ്ങോട്ടേക്ക് ഒരുപാട് ഹൈക്ക് ആ ഒരു ഹോർമോൺ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ലക്ഷണമൊക്കെ ആ സമയം എത്തുമ്പോഴേക്ക് സ്റ്റോപ്പ് ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ ലക്ഷണം അതാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകാം കേട്ടോ.
മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റിലെ കളർ ചേഞ്ചസ് ഉണ്ടാവുക. പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് അങ്ങനെ ആർക്കും തന്നെ ഇല്ലാത്ത ഒരു കാര്യമാണ് ബ്രസ്റ്റിൽ കളർ ചേഞ്ച് ഉണ്ടാകുന്നത്. ബ്രസ്റ്റിൽ കളർ ചേഞ്ച് നമുക്ക് അനുഭവപ്പെടുന്നത് നിപ്പിളിന് ചുറ്റുമുള്ള ഒരു ഏരിയയിലായിരിക്കും. നിങ്ങൾ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നതിന് മുൻപ് നിങ്ങളുടെ ബ്രസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. അത് നമുക്ക് ബ്രൗൺ കളറിലായിരിക്കും ഉണ്ടാകുന്നത്. ഒന്നില്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ബ്രൗൺ, അല്ലെങ്കിൽ കുറച്ച് ഡാർക്കിനെ അത്രയും പോകണ്ട എന്നാൽ ഒരു കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡിലായിരിക്കും നമുക്ക് ബ്രസ്റ്റിന്റെ ആ ഒരു സൈസ്, ആ ഒരു നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയ കാണുന്നത് കേട്ടോ. പക്ഷേ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രസ്റ്റിന്റെ ആ ഒരു കളറിൽ നിങ്ങൾക്ക് വ്യത്യാസം ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഒരു ചുറ്റുമുള്ള ഏരിയ നമുക്ക് വലുതാവാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കളർ ചേഞ്ച് ഭയങ്കര ബ്ലാക്കിലോട്ട് അത് ചേഞ്ച് ആവാനായിട്ട് തുടങ്ങും. ബ്രൗൺ ആണെങ്കിലും ബ്രൗണിന്റെ ആ ഒരു കളറിന്റെ ഡാർക്ക് പോകുന്നതിന്റെ എക്സ്ട്രീമിലോട്ട് നിങ്ങൾക്ക് കളർ എത്താനായിട്ട് തുടങ്ങും. പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന മെലാസ്മ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് സ്കിൻ കളറിൽ ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. പലർക്കും അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള കളർ ചേഞ്ചസ് വിസിബിൾ ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണിത്. പ്രഗ്നൻസിയിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തുടങ്ങിയിട്ട് ഏകദേശം നമ്മുടെ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഫീഡിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാറാകുമ്പോൾ മാത്രമേ ആ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കളർ ചേഞ്ചിലോട്ട് ബ്രസ്റ്റ് എത്തുകയുള്ളൂ. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ബ്രസ്റ്റിന് ഉണ്ടാകുന്നത് പോലെ തന്നെയുള്ള മാറ്റങ്ങൾ നമുക്ക് സ്റ്റൊമക്കിൽ ഉണ്ടാകുന്നത് പോലെ തന്നെയുള്ള മാറ്റങ്ങൾ നമുക്ക് ബ്രസ്റ്റിലും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം കാണുന്നത് കേട്ടോ. ബ്രസ്റ്റിൽ ഇത് മാത്രമല്ല, ബ്രസ്റ്റിന്റെ സൈസിന് വ്യത്യാസം വരിക, ബ്രസ്റ്റിൽ സ്ട്രെച്ച് മാർക്സ് വരിക, ബ്രസ്റ്റിന്റെ അവിടെയുള്ള സ്കിന്ന് പീലിംഗ് ആയിട്ട് തുടങ്ങുക, അതായത് സ്കിന്ന് പൊളിയുന്നത് പോലെ തോന്നുക. സ്ട്രെച്ച് മാർക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ബ്രസ്റ്റിൽ ആ ഒരു വര പോലെ, നമുക്ക് വയറ് വലുതാകുമ്പോൾ ഒരു വര സ്കിന്നിൽ വരില്ലേ, അതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ബ്രസ്റ്റിലും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഒപ്പം നിപ്പിൾ ഇജക്ട് ചെയ്ത് പുറത്തേക്ക് നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് ബ്രസ്റ്റിൽ ചേഞ്ചസ് ഉണ്ടാകാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഏർലി സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഫീഡ് ചെയ്യാനായിട്ട് ബ്രസ്റ്റ് പ്രിപ്പയർ ആയി തുടങ്ങും. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റ് പ്രിപ്പയർ ആകും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടു തുടങ്ങുന്നത് കേട്ടോ. അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പീരിയഡ് ഡേറ്റ് മിസ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതെല്ലാ ലക്ഷണങ്ങളും വന്നതിന് ശേഷം നിങ്ങൾ അടുത്ത് ചിന്തിക്കേണ്ടത് പീരിയഡ് ഡേറ്റ് മിസ് ആകുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. നോർമലി പല ആളുകൾക്കും PCOD ഉള്ളവരും അതുപോലെ മറ്റുള്ള ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ട് ഇറഗുലർ ആയിട്ട് മെൻസ്ട്രൽ സൈക്കിൾ പോകുന്നവരും ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് പീരിയഡ് മിസ് ആകുന്നതിന് അങ്ങനെ കണ്ണും പൂട്ടി പ്രഗ്നൻസി ആണെന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാതെ റെഗുലർ ആയിട്ട് മെൻസ്ട്രൽ സൈക്കിൾ പോകുന്ന ഒരാൾക്ക് ജസ്റ്റ് ഒന്ന് സഡൻ ആയിട്ട് പീരിയഡ്സ് അങ്ങനെ മിസ്സായിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെ ആകാനായിട്ട് ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. പീരിയഡ്സ് ഏകദേശം നമ്മൾ ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിളാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങളത് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് ചെയ്തിട്ട് നിങ്ങൾ പ്രഗ്നൻസി നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു 1-2 അറ്റംപ്റ്റിൽ തന്നെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഇന്ന് നമ്മൾ അത് കൺട്രോൾ ചെയ്യുന്നില്ല, പീരിയഡ്സ് നമ്മൾ റെഗുലർ ആക്കാതെ തന്നെ പ്രഗ്നൻസി നോക്കുകയാണ്, ഹോർമോൺ ഇഞ്ചക്ഷൻസ് എടുക്കുകയാണ്, അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് സക്സസ് കിട്ടാനായിട്ടുള്ള ചാൻസ് കുറച്ചൊന്ന് നീണ്ടു പോകും കേട്ടോ. ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ഒരു 21 ദിവസത്തിനേക്കാളും കുറവും 35 ദിവസത്തിനേക്കാളും കൂടുതലും പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ അല്ലാത്തൊരു മെൻസ്ട്രൽ സൈക്കിൾ ആണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തണം കേട്ടോ. അടുത്തൊരു മാറ്റമൊന്നും ലക്ഷണം എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പൊ 4ാമത്തെ പോയിന്റ് ആയി നമ്മൾ. ഇനി 5ാമത്തെ പോയിന്റിൽ സംസാരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആണോ വരുന്നതെന്ന് നോക്കുക. നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് ഒരു 80% നമ്മൾ പ്രഗ്നൻസി ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒന്നാണ് ഈ ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈം ആണോ നമുക്ക് ഇതൊക്കെ വരുന്നത്. സാധാരണ പല ആളുകൾക്കും പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ടാകാറുണ്ട്. പ്രിമെൻസ്ട്രൽ സിംറ്റംസ് എന്ന് പറയുന്നത് പീരിയഡ്സ് ആകുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ആയിട്ട് ഒരുപാട് പ്രഗ്നൻസിയുടേത് പോലുള്ള ലക്ഷണങ്ങൾ കണ്ടുവരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതിൽ നമുക്ക് തല കറങ്ങി വീഴുക, അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യാനായിട്ട് തോന്നുക, ചിലർ വൊമിറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ആയിട്ട് കാണുന്നവരുണ്ട്. എന്നാൽ നിങ്ങൾക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് PCOD ഉണ്ടോ എന്ന് നോക്കുക. PCOD ഉള്ള ആളുകൾക്കും ഈ ലക്ഷണങ്ങൾ ആദ്യമായിട്ടായിരിക്കില്ല കാണുന്നത്. കാരണം ടയർഡ്നെസ് ഒക്കെ PCOD ഉള്ളവർക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ വ്യത്യാസം അവർക്ക് ശരീരത്തിലുണ്ടല്ലോ. അതുകൊണ്ട് PCOD ഇല്ലാത്തവരോ തൈറോയ്ഡ് ഇല്ലാത്തവരോ ആണോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഉറപ്പുവരുത്തുക. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഈ ലക്ഷണം ഫസ്റ്റ് ടൈം തന്നെ ഉണ്ടാകുമ്പോഴേക്കും അത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെ ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഒപ്പം ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ തന്നെ പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ്സോ അല്ലെങ്കിൽ മറ്റുള്ള ഹോർമോൺസിനെ മെഡിസിൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബർത്ത് കൺട്രോൾ പിൽസോ അങ്ങനെയുള്ളതൊന്നും നിങ്ങൾ എടുക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള 3-4 ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെ ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മാക്സിമം ഹെൽത്തി ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ വെച്ചുണ്ടാക്കുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതുപോലെ മീറ്റ് ആണെങ്കിലും
ചിക്കൻ ആണെങ്കിലും അതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കുക്ക് ചെയ്തെടുത്ത് കഴിക്കുന്നതാണ് ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ നമ്മൾ എന്താ പറയുക സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ബർഗർ അൺഹെൽത്തി ആയിട്ട് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മയോണൈസ് മേടിച്ചിട്ട് ബർഗർ ഉണ്ടാക്കുന്നതോ ഇതൊന്നും ഹെൽത്തി ആയിട്ടുള്ള ഒന്നല്ല. നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ചോറാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും അത് ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് നിങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് മാക്സിമം നമ്മൾ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഡേയ്സിൽ ഒട്ടും തന്നെ കഴിക്കേണ്ട എന്നല്ല, 4 തവണ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് 3ആയിട്ടോ 2ആയിട്ടോ കുറയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഒപ്പം നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾ ഫോർട്ടിലിറ്റി എക്സസൈസ് എങ്കിലും ആ സമയത്തുകൾ ചെയ്യുക. ബ്രീത്തിങ് എക്സസൈസോ വാക്കിങ്ങോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഫോർട്ടിലിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള എക്സസൈസുകളാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിലോട്ട് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കണം. കുഞ്ഞിന് മറ്റുള്ള അബ്നോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ കുഞ്ഞിന് കൃത്യമായിട്ട് ഗ്രോത്ത് എത്തുന്നതിന് വേണ്ടിയിട്ട് ഫോർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള എക്സസൈസുകൾ മാക്സിമം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം ധാരാളം വെള്ളം കുടിക്കുക, ധാരാളം നിങ്ങൾ കൃത്യമായിട്ട് കിടന്ന് ഉറങ്ങുക, എഴുന്നേൽക്കുക, മാക്സിമം നിങ്ങൾ സ്ട്രെസ് ഇല്ലാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പോസിറ്റീവ് കിട്ടാനായിട്ടും അത് സർവൈവ് ചെയ്ത് പോകാനായിട്ടും ഇതൊക്കെ സഹായിക്കും കേട്ടോ. ഒപ്പം എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റ് കഴിഞ്ഞിട്ട് 5 ദിവസത്തിന് ശേഷമെങ്കിലും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ചില ആളുകൾ ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു തവണ ടെസ്റ്റ് ചെയ്തു, നമുക്ക് നെഗറ്റീവ് റിസൾട്ട് കാണുമ്പോഴേക്കും ഒട്ടും മനസ്സിന് സമാധാനം ഉണ്ടാവില്ലല്ലോ, നമ്മൾ വിഷമിക്കാനായിട്ട് തുടങ്ങും. അൺവാണ്ടഡ് ആയിട്ട് നിങ്ങൾ ആ സമയത്ത് ടെൻഷൻ ആകാതിരിക്കുക. നിങ്ങളുടെ ശരീരത്തിന് നല്ലതല്ല, നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആക്കാനായിട്ട് അത് കാരണമാകും എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഡേറ്റ് മിസ്സായി 5 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിലും ഏകദേശം പീരീഡിന്റെ ഡേറ്റ് അടുപ്പിച്ചിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.